വർഷം കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ ചരിത്രത്തിലെ ഏറ്റവും കഠിനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നീറ്റ് 2025 പരീക്ഷയുടെ ഫലം പുറത്തു വന്നപ്പോൾ ആശങ്കയുടെയും ആകാംക്ഷയുടെയും മണിക്കൂറുകൾക്ക് വിരാമം വിട്ട് കേരളത്തിന്റെ 1ാം റാങ്കിന്റെ തിലകക്കുറി ചാർത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ മകൾ, ബ്രില്യന്റിന്റെ സ്വന്തം ദീപ്നിയ DB. വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ദീപ്നിയുടെ വീടും നാടും എല്ലാം ആവേശ തിമിർപ്പിലാണ്. പ്രധാന ചാനലുകളുടെ എല്ലാം മൈക്കുകളും ക്യാമറകളും ആ വീടിനെ പൊതിഞ്ഞു നിന്നു. ഓരോ ഫ്ലാഷുകൾ തെളിയുമ്പോഴും ഒരു നാടിന്റെ മുഴുവൻ അഭിമാനം ദീപ്നിയുടെ മുഖത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. ചരിത്ര നേട്ടം കൊയ്ത ദീപ്നിയുടെ ഓരോ വാക്കിനും വേണ്ടി കേരളം കാതോർത്ത് നിന്ന നിമിഷങ്ങൾ. ഹലോ, ഞാൻ ദീപ്നിയ. ഈ വർഷത്തെ നീറ്റ് UG 2025 ഓൾ ഇന്ത്യ 109 റാങ്കും കേരളത്തിൽ ഫസ്റ്റ് റാങ്കും നേടാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇതുവരെ സപ്പോർട്ടായിട്ട് നിന്ന അധ്യാപകർക്കും എൻ്റെ പേരൻസിനും നാട്ടുകാർക്കും ഒക്കെ നന്ദിയുണ്ട്. ഞാൻ ഒരു വർഷം ബ്രില്യൻ പാലയിൽ കോഴിക്കോട് സെൻറ്ററിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. എന്തായാലും ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും അവിടുത്തെ ക്ലാസ്സസും എക്സാംസും ഒക്കെ എൻ്റെ റിസൾട്ടിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സസും പിന്നെ അവസാനത്തെ 3 മാസത്തെ മോഡൽ എക്സാംസും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റീസിനോടും കോർഡിനേറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും എല്ലാവരോടും പ്രത്യേക നന്ദി. മാധ്യമങ്ങളുടെ ഈ ആവേശങ്ങൾക്കിടയിലേക്കാണ് ആ വരവ്. ദീപ്നിയുടെ വിജയത്തിന് പിന്നിലെ ചാലക ശക്തിയായ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ബ്രില്യൻ സ്റ്റഡി സെന്റർ. മുന്നിൽ ഏറെ അഭിമാനത്തോടെ ബ്രില്യൻ ഡയറക്ടർ ജോർജ് തോമസ്. വെറുമൊരു ഔദ്യോഗിക സന്ദർശനം മാത്രമായിരുന്നില്ല അത്. ഒരു വർഷം മുഴുവൻ ബ്രില്യന്റിലെ കോഴിക്കോട് ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയായിരുന്ന കേരള 1ാം സ്ഥാനക്കാരിയെ ദീപ്നിയെ അവളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലോകം ആഘോഷിക്കുമ്പോൾ നെഞ്ചോട് ചേർക്കാനെത്തിയ വരവായിരുന്നു അത്. ഡയറക്ടർ ജോർജ് സാർ ദീപ്നിയോട് ചോദിച്ച ചോദ്യങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഏറ്റെടുത്തു. കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിലും പഠിച്ച് +1 +2 പഠിച്ച് പിന്നെ ഒരു വർഷം ബ്രില്യൻറ്റിൽ വന്ന് റിപ്പീറ്റ് ചെയ്താണ് ഈ മാർക്ക് എടുത്തിരിക്കുന്നത്, ഈ റാങ്ക് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ദീപ്നിയയ്ക്ക് ഞങ്ങളുടെ എല്ലാം അനുമോദനങ്ങൾ. ഈ ഡോക്ടർ ആകണമെന്ന് കൊച്ച് ചിന്തിക്കുന്നത് എന്ന് മുതലായിരുന്നു? ഇത്രയുള്ള ആഗ്രഹമൊന്നുമല്ല സർ. +1 ടെസ്റ്റ് പഠിക്കുമ്പോൾ ഉള്ള വിഷയമാണ്. അപ്പോൾ അതാണ് എൻ്റെ വേന്ന് മനസ്സിലായി. ഡോക്ടർ ആകണം. ഡോക്ടർ ആകുന്നതിന് സേവനം ചെയ്യാനാണ്. മറ്റുള്ളവരെ സേവിക്കണം അല്ലേ, ശുശ്രൂഷിക്കണം. അതാണ് ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? അതെ. കൊച്ചു JEE പരീക്ഷ എഴുതിയായിരുന്നു. ആ JEE മെയിൻ എഴുതിയപ്പോൾ ഇതായിരുന്നു എളുപ്പം. മെയിനായിരുന്നു എളുപ്പം. അപ്പം JEE മെയിന് 75 ക്വസ്റ്റിനും 3 മണിക്കൂറാണ്. അതേസമയം ഇത് 180 ക്വസ്റ്റിനും 3 മണിക്കൂറാണ്. അപ്പം മോളെ സംബന്ധിച്ച് എത്രയോ വലിയ നേട്ടമാണ്. കാരണം JEE മെയിനേക്കാളും ടഫ് ക്വസ്റ്റിനാണ്. അതിനേക്കാൾ വളരെ കുറച്ച് സമയം. അതുകൊണ്ട് മോളെ ഒന്നും കൂടെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. എനിക്ക് ഉള്ളൊരു ഓർമ്മ എന്ന് വെച്ചാൽ ബ്രില്യന്റിന്റെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം കിട്ടിയ സംബന്ധിച്ചിടത്തോളം എന്തായാലും അഡ്മിഷൻ ഒരു റാങ്ക് എന്തായാലും വരും. അതായത് നല്ലൊരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന രീതിയിലുള്ള മാർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ആ ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മോൾക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഇനിയിപ്പം പുതിയ പിള്ളേർ വരുന്നുണ്ട് ഇഷ്ടം പോലെ പഠിക്കാൻ അടുത്ത വർഷം. അവർക്ക് എന്തൊരു ഉപദേശം? ഫസ്റ്റ് തന്നെ ബ്രില്യന്റിന്റെ മെത്തേഡ്സിൽ വിശ്വസിക്കുക. അവർ നമ്മളെ കൊണ്ടുപോകുന്ന എക്സാംസ് ആയാലും ക്ലാസ്സസ് ആയാലും അത് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ എടുത്തു വന്നിരിക്കും. അതിനെ വിശ്വസിച്ചിട്ട് അവരുടെ ഒപ്പം തന്നെ അവർ പറയുന്നത് കേട്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കോട്ട് പോകാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ എടുത്താൽ സമയം കൂടി നമുക്ക് വേസ്റ്റ് ആവാതിരിക്കുക. വേസ്റ്റ് നേട്ടം കിട്ടും. നമുക്ക് എല്ലാ സപ്പോർട്ട്സും നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ തരുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഏത് റിസൾട്ട് ഉണ്ടായാലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആ മോൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ മോന് തന്നെയാണ്. പിന്നെ ഒപ്പം വേണേൽ വീട്ടുകാർക്കും അവകാശപ്പെടാം. ബ്രില്യന്റിന് അങ്ങനെ അവകാശങ്ങളൊന്നുമില്ല. കാരണം ഒത്തിരി പിള്ളേരുണ്ട്. ഞങ്ങളുടെ ജോലി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പലപ്പോഴും പല തെറ്റിദ്ധാരണകളുണ്ട്. അതായത് പഠിക്കുന്നത് ഏറ്റവും വലിയ സ്കൂളിൽ പോകണമെന്നും ഏറ്റവും നല്ല അങ്ങനെ പോയി പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ. ആ ധാരണ തിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളെ ദീപ്നിയ മോള്
ഈ കേരളത്തിലെ 1ാം റാങ്കിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് സന്തോഷമാണ്. മകളുടെ 1 വർഷത്തെ കഠിനാധ്വാനം അധ്യാപക ദമ്പതികളുടെ സ്വപ്ന സാഫല്യം. അതെ, ദീപ്നിയ ഡോക്ടർ സ്വപ്നത്തിലേക്ക്. അധ്യാപക ദമ്പതികളായ ദിനേശൻ PM-ന്റെയും ബിജി MP-യുടെയും മകളാണ് ദീപ്നിയ. മകളുടെ വിജയത്തിൽ ആ മാതാപിതാക്കളുടെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ വെളിച്ചം തിളങ്ങി. 1 വർഷം മുഴുവൻ നീണ്ട കഠിനാധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിരുന്നു ദീപ്നിയയുടെ വിജയം. ഏറ്റവും കടുപ്പമേറിയ പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ദീപ്നിയെ പ്രാപ്തമാക്കിയത് ബ്രില്യന്റിലെ ചിട്ടയായ പരിശീലനമാണ്. ദീപ്നിയയുടെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, അത് കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വിജയമാണ്. കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ എത്ര കഠിനമായ പരീക്ഷയും മറികടക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദീപ്നിയ. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പരിശീലന മികവും ദീപ്നിയയുടെ നിശ്ചയദാർഢ്യവും അവളെ പിന്തുണച്ച് ബ്രില്യന്റിലേക്ക് മക്കളെ വിശ്വസിച്ചയച്ച കുടുംബവും ഒന്നിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചത് ഒരു ചരിത്ര നേട്ടമാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചാണ് ദീപ്നിയ ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിയത്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്താണ് ദീപ്നിയുടെ ഈ കേരള 1ാം സ്ഥാനമെന്ന് ഓർക്കണം. യെസ്, ചരിത്രം കുറിച്ച് ബ്രില്യന്റിലെ ദീപ്നിയ. നീറ്റിന്റെ നെറുകയിൽ കോഴിക്കോടിന്റെ പെൺകരുത്ത്. Brilliant Study Center, India's #1 coaching center for NEET and JEE.